കേരളത്തിൽ പൂർണ്ണമായും ഇപ്പോഴും പെയ്തു തീരാത്ത ദുഃഖമാണ്. കാസർഗോഡിനെ സംബന്ധിച്ച് രണ്ട് പ്രിയപ്പെട്ടവരുടെ ജീവനാണ് കുവൈത്തിൽ നടന്ന അപകടത്തിൽ, അത്രയും ദാരുണമായ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരുടെയൊക്കെ കുടുംബത്തിലും ഈ പ്രദേശത്താകെ തന്നെ ദുഃഖമാകെ മൂടിക്കിടക്കുന്നൊരവസ്ഥയാണ്. കുടുംബാംഗങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ തന്നെ ആകെ ദുഃഖത്തിലാണ്. തൃക്കരിപ്പൂർ സ്വദേശിയായ കേളുവും അതുപോലെ തന്നെ ചെങ്കള സ്വദേശിയായിട്ടുള്ള രഞ്ജിത്തുമാണ് ഇത്തരത്തിൽ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. രണ്ടുപേരുമാകട്ടെ സമൂഹത്തിൽ ഏറെ ആളുകൾക്കൊക്കെ തന്നെ പ്രിയപ്പെട്ടവരായിരുന്നു. സമൂഹത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ, നാട്ടിലെ പ്രവർത്തനങ്ങളിലൊക്കെ ഏറെ സജീവമായി ഇടപെട്ടിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലെല്ലാവർക്കും ഇത്തരത്തിൽ അവരുടെ ആ ഒരു വിടവാങ്ങൽ ഉൾക്കൊള്ളാൻ വലിയൊരു ദുഃഖമുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ നമ്മളുള്ളത് ചെങ്കളയിലെ രഞ്ജിത്തിൻ്റെ വീട്ടിന് സമീപത്താണ്. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ എത്തിച്ചു. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിക്കുമെന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും തൊട്ടടുത്ത് തന്നെയായിട്ട്, സ്വന്തം വീട്ടിന് തൊട്ടടുത്ത് തന്നെയുള്ള കുടുംബ ശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എൻ്റെ കണ്ണനും രഞ്ജിത്തേട്ടന് വളയപ്പൻ ഇങ്ങോട്ട് വരുന്നതിന് ഇപ്പോൾ നിർബന്ധിച്ചെത്തി. ഇപ്പോൾ 6 മണിയാകുമ്പോഴേക്ക് എത്തുന്ന വിവരം ADGP വിളിച്ചു, പിന്നെ കളക്ടർ വിളിച്ചിന്, പിന്നെ വില്ലേജ് ഓഫീസർ എല്ലാവരും വിളിച്ചിന്. നാട്ടിലേക്ക് കൊണ്ട് എല്ലാം ഒരു പ്രവർത്തനം. നല്ല കളിക്കാരനാണ്. വോളിബോൾ, ക്രിക്കറ്റ്, നല്ല കളിയാണ്. കുറേ വർഷമായോ? 10 വർഷമായി. ഇപ്പോൾ വീട് കൂടിയിട്ട് പോയത് 2 വർഷമായി. ഇപ്പോൾ ലീവിൽ വരെ കൊണ്ട് ടിക്കറ്റ് എടുത്തിരുന്നു. പൊതുദർശനം വെക്കാൻ വേണ്ടി ഇനി താഴെ വീട്ടിൽ നിന്ന് പോയിട്ട് ചടങ്ങ് കഴിഞ്ഞിട്ട് ഞങ്ങളെ കുടുംബ മസാനത്തിന് വെക്കുന്നു. ഇന്ന് തന്നെ വെക്കും. എൻ്റെ മോനാണത്. ഞങ്ങൾക്ക് 3 പെണ്ണ് നോക്കാന്ന്. ഏട്ടന് 2 ആണും 1 പെണ്ണും. അപ്പം മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാവും. ആളുകൾക്കിടയിലൊക്കെ തന്നെ അത്രയും നല്ല പേരുണ്ടായിരുന്ന ആളുകൾക്ക് നാട്ടിൽ എന്താവശ്യമുണ്ടെങ്കിലും ഓടിയെത്തിയിരുന്ന ആളുകളൊക്കെ തന്നെയായിരുന്നു. അത്തരത്തിലുള്ള 2 പേരുടെ ജീവനാണിപ്പോൾ കാസർഗോഡ് ജില്ലയ്ക്ക്, ഈ നാടിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഒരു നോക്കെങ്കിലും പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ മൃതദേഹമെങ്കിലും കാണാനുള്ള കാത്തിരിപ്പിലാണ് ഈ നാട്ടുകാരും കുടുംബവും എല്ലാം തന്നെ.